നമസ്കാരം. ലിറ്റിൽ കൈറ്റ്സ് അവതരിപ്പിക്കുന്ന സ്കൂൾ വാർത്തകളിലേക്ക് സ്വാഗതം. വിദ്യാർത്ഥികൾ പുസ്തകശാലകൾ തേടി എത്തുന്നതിൽ നിന്ന് വ്യത്യസ്തമായി പുസ്തകശാലകൾ വിദ്യാർത്ഥികളിലേക്ക് എത്തുന്ന ഒരു മനോഹരമായ കാഴ്ച നമുക്കിവിടെ കാണാം. വായനാ വാരാചരണത്തിന്റെ ഭാഗമായി കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെയും കൈരളി ബുക്സിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പുസ്തക പ്രദർശനമാണിത്. വായനാ വാരാചരണത്തിന്റെ ഭാഗമായി വിദ്യാരംഗം കലാസാഹിത്യ വേദി നടത്തുന്ന വിവിധ പരിപാടികളിൽ ഏറ്റവും ആകർഷണീയമായ ഒന്നാണ് ഈ പുസ്തക പ്രദർശനം. കേരളത്തിലെ മികച്ച പുസ്തക പ്രസാധകരായ കൈരളി ബുക്സ് രണ്ടാം തവണയാണ് കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിൽ പുസ്തക പ്രദർശനം നടത്തുന്നത്. ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ കണ്ടെത്തി സ്വന്തമാക്കാനുള്ള അവസരം ഈ പുസ്തക പ്രദർശനത്തിലൂടെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നു. പ്രശസ്ത കവി DKD മുഴപ്പിലങ്ങാട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഓടിച്ചിട്ട് പിടിക്കുമ്പോൾ എന്തു പറഞ്ഞു കോഴിക്കുഞ്ഞ്, ഓട്ടമത്സരം നടക്കുന്നേ കോഴിനെ പിടിച്ച്. പപ്പും കൂടെയും പറിക്കുമ്പോൾ എന്തു പറഞ്ഞു കോഴിക്കുഞ്ഞ്, പപ്പും കൂടെയും പറിക്കുമ്പോൾ എന്തു പറഞ്ഞു കോഴിക്കുഞ്ഞ്, മുടിവെട്ട് നടത്തുന്നേ. ഇതൊക്കെ കത്തി വെച്ച് മുറിക്കുമ്പോൾ എന്തു പറഞ്ഞു കോഴിക്കുഞ്ഞ്, കത്തി വെച്ച് മുറിക്കുമ്പോൾ എന്തു പറഞ്ഞു കോഴിക്കുഞ്ഞ്, ഓപ്പറേഷൻ ചെയ്യുന്നേ. മുളകരച്ചു പുരട്ടുമ്പോൾ എന്തു പറഞ്ഞു കോഴിക്കുഞ്ഞ്, മുളകരച്ചു പുരട്ടുമ്പോൾ എന്തു പറഞ്ഞു കോഴിക്കുഞ്ഞ്, മേക്കപ്പ് ചെയ്യുന്നേ. അത് കഴിഞ്ഞിട്ടോ എണ്ണയിലിട്ട് വറക്കുമ്പോൾ എന്തു പറഞ്ഞു കോഴിക്കുഞ്ഞ്, എണ്ണയിലിട്ട് വറക്കുമ്പോൾ എന്തു പറഞ്ഞു കോഴിക്കുഞ്ഞ്, നീന്തി പോകുന്നേ. അങ്ങനെ കോഴി നന്നായി പൊരിഞ്ഞ് എടുത്ത് എല്ലാവർക്കും കൊടുത്ത് കിട്ടിയെന്ന് പറയാൻ വായിലിട്ട് ചവക്കുമ്പോൾ എന്തു പറഞ്ഞു കോഴിക്കുഞ്ഞ്, വായിലിട്ട് ചവക്കുമ്പോൾ എന്തു പറഞ്ഞു കോഴിക്കുഞ്ഞ്, തിന്നോളി മക്കളെ നല്ലോണം. കുഴച്ച് കിട്ടില്ലേ? ശരി. അപ്പോൾ എല്ലാ ആളുകൾക്കും സാഹിത്യ രംഗത്ത് അവസാനിപ്പിക്കുകയാണ്. അതിനു മുമ്പേ നിങ്ങൾ കൈയടി ശരിയായിട്ടില്ല, അതൊന്ന് ശരിയാക്കണം. സ്കൂളിലെ ബഡ്ഡിംഗ് റൈറ്റേഴ്സ് ക്ലബ് തയ്യാറാക്കിയ തരംഗം കയ്യെഴുത്ത് മാസികയുടെ പ്രകാശനവും നടന്നു. കേരളത്തിലെ പ്രശസ്ത പുസ്തക പ്രസാധകരായ കൈരളി ബുക്സിൻ്റെ ഈ വർഷത്തെ പുസ്തക പ്രദർശനം നമ്മുടെ വിദ്യാലയത്തിലും നടന്നിരുന്നു. തികച്ചും വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണ് ഇവർ ഈ വർഷവും നടത്തിയത്. ഈ വർഷത്തെ വായനാവാരം വ്യത്യസ്തവും അപൂർവതയും എന്നും ഓർമ്മിക്കാൻ പാകത്തിനുമാക്കി നിർത്തിയ ഇവർക്ക് ആദ്യം തന്നെ നന്ദി പറയട്ടെ. പുസ്തകശാലകൾ ഞങ്ങളെ തേടി എത്തുകയായിരുന്നു. അതിൽ നിന്ന് എനിക്കും എൻ്റെ കൂട്ടുകാർക്കും തികച്ചും ഇഷ്ടപ്പെട്ടതും
വായിക്കാൻ അനുയോജ്യവുമാണ് എന്ന് തോന്നുന്ന പുസ്തകങ്ങളും തിരഞ്ഞെടുത്ത് വായിക്കാനും സ്വന്തമാക്കാനും കഴിഞ്ഞു. ഇനിയും ഇത്തരം പ്രദർശനങ്ങൾ നമ്മുടെ വിദ്യാലയത്തിൽ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടേതല്ല, ഏവരുടെയും. നന്ദി. കുട്ടികളിലെ വായനാശീലം പരിപോഷിപ്പിക്കുന്നതിനായി വിദ്യാരംഗം കലാസാഹിത്യ വേദി സംഘടിപ്പിച്ച ഈ പരിപാടി കുട്ടികൾക്കും ഏറെ പ്രയോജനപ്രദമായി. വായിച്ചു വളരുക, വായനയിലൂടെ വളരുക. കൗതുകങ്ങൾ നിറഞ്ഞ പഠന അനുബന്ധ വാർത്തകളുമായി ഇനിയും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.